ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആന്ധ്ര ചില്ലി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട് മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനോട് മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു പാനിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ്, അത്യാവശ്യം വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയിട്ടെടുക്കാം. ഉള്ളിപ്പത നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്നങ്ങ് വയന്ന് വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒന്ന് തണുത്ത് വരട്ടെ. ഒന്നങ്ങ് തണുത്ത് വന്നാൽ മാത്രം മതി. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കുന്ന ആ ചെറിയ ജാറുണ്ടല്ലോ, അതാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു പിടിൻ്റെ അടുത്ത് കണ്ടിട്ട് മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കുറഞ്ഞ അളവിൽ പുതിനയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണേ. അപ്പോൾ അത് അതുപോലെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 അല്ലെങ്കിൽ 3 പീസ് പട്ട കേട്ടോ, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ഫസ്റ്റിൽ. ഇപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതേപോലെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണേ. ഉള്ളി ഏകദേശം ഇതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 അല്ലെങ്കിൽ 3 പച്ചമുളക് കേട്ടോ, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കണേ. അപ്പോൾ അധികം എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പച്ചമുളക് വേറെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ. എന്നാലും ആ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം. ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വഴന്ന് വരണേ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസുള്ള തക്കാളി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മരിക്ക സ്പൈസസിൻ്റെ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് 1 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ തന്നെ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതും 1 ടീസ്പൂൺ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതും 1 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ 1 kg ചിക്കനുകൾ അളവാട്ടോ പറയുന്നത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് മഞ്ഞളാണ് കേട്ടോ, മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കമ്മിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലത്തെ ഈ ഒരു മരിക്ക സ്പൈസസ് അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിക്കുന്ന പൊടികളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതേ ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ അതിന് വരുന്നത്. ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഹൈജീനിക്കായിട്ട് നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാട്ടോ അവർ ഓരോന്നും ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അതേ ഒരു പ്രൊഫഷനിലാട്ടോ അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതും അവർ വീട്ടിൽ ഫ്രീ ഡെലിവറി ആയിട്ടാണ് കേട്ടോ എത്തിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മസാലപ്പൊടിയുടെ ആ ഒരു പച്ച ചുവക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാനിത് അവിടെ ചിക്കനാണ് ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആക്കിയിട്ട് ഒന്ന് അത്യാവശ്യം വലിയ വലിപ്പമൊന്നുമില്ല, ഒരു മീഡിയം സൈസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ലാണ് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. 1 kg ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കട്ടെ. കുറച്ച് ടൈം മിക്സ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ആ പുറം ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അങ്ങനെ കുറച്ച് ടൈം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കൈവിടാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കിനും അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം തള്ളി ഇങ്ങനെ വരാൻ തുടങ്ങും കേട്ടോ ഇതുപോലെ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മല്ലിയും മല്ലിയുടെ ഇലയും അതുപോലെ തന്നെ പുതിന ഇലയൊക്കെ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുക. അതിന് ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കേട്ടോ, കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്, ഫസ്റ്റ് പാൽ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൽ കിടന്നിട്ടാണ് ഈ ഒരു ചിക്കന് വേവാവുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ചിക്കനിന്നും കുറച്ച് വെള്ളം തള്ളിയിട്ട് വരും, ഒന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് പോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇനി നമുക്ക് അടിച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും തന്നെ ചിക്കൻ വേവായിട്ട് വരും കേട്ടോ. ഇടയിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കണേ, എല്ലാന്നുണ്ടെങ്കിൽ അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിളച്ച് വരുവോളം ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം ഇനി ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നങ്ങ് അടിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഒരു 20 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ അതിൽ കിടന്നിട്ട്. ഇടയിൽ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ, ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അങ്ങ് അടിച്ച് വെക്കാം. ഇപ്പോൾ അതാ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. കറിയൊക്കെ കണ്ടില്ല, മുകളിൽ ഇങ്ങനെ എണ്ണയൊക്കെ തള്ളി വന്ന് നിൽക്കുന്നുണ്ട്. അവർ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ കേട്ടോ അങ്ങനെ വന്ന് നിൽക്കുന്നത്. അവർ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി ഇനി ഇതിനെക്കാട്ടിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് കമ്മിയായി തോന്നുകയെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം എടുത്താലും മതി, നമ്മൾ ഫസ്റ്റിൽ ഒഴിക്കുന്ന ടൈമിൽ തന്നെ. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് ഞാനൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയുടെ ഇലയും കൂടെ ഞാൻ ഏകദേശം ഒരു പിടിൻ്റെ അടുത്ത് കണ്ട് മല്ലിയുടെ ഇലയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് ഏതിലേക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ, നല്ല ടേസ്റ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതിപ്പോൾ നമുക്ക് പത്തിരി, വെള്ളപ്പം, പൊറോട്ട, ചപ്പാത്തി അങ്ങനെ ഏതിലേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളെപ്പോഴും ഒരുപോലെ കറി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഡിഫറെൻ്റായി എടുക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.